ശലോം സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ചാണ്. ക്രിസ്ത്യാനികളോടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലയോ ക്രിസ്ത്യാനിയെ, നീ പല പേരിട്ട് വിളിക്കുന്ന നിൻ്റെ ദൈവത്തിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? അതായത് ജീസസ്, യേശു, യേശു ക്രിസ്തു, ഈസ, യേസു എന്നിങ്ങനെ ഉണ്ണി, ഈശോ എന്നൊക്കെ പറഞ്ഞ് പല പേരിട്ട് വിളിക്കുന്ന നിന്റെ ദൈവത്തിൻ്റെ യഥാർത്ഥ നാമം എന്ത്? നീ ഒരിക്കലെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ക്രിസ്ത്യാനി? ഈ യേശുനാമത്തിൻ്റെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പുസ്തകങ്ങളൊക്കെ വലിയ വലിയ അച്ഛന്മാരൊക്കെ അച്ചടിച്ചിറക്കിയിട്ടുണ്ട് അല്ലേ? ആ നാമത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രോഗസൗഖ്യം കിട്ടും, ആ നാമത്തിൽ നമുക്ക് പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ പറ്റും, കടം മാറ്റാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് പാസ്റ്റർമാർ കുറേ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നിൻ്റെ അപ്പൻ്റെ പേര് ഒറിജിനലായിട്ട് എന്തായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റർമാർ ആരെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ അപ്പൻ്റെ യഥാർത്ഥ പേര് ഹീബ്രുവിൽ ജീവിച്ചിരുന്നപ്പോൾ എന്തായിരുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഒരാൾക്ക് പല പേരുണ്ടാകുമോ? ചിലപ്പോൾ നിക് നെയിംസ് ഒക്കെ ഉണ്ടാകാം അല്ലേ, വീട്ടിൽ വിളിക്കുന്ന പേരുകളൊക്കെ. പക്ഷേ സർട്ടിഫിക്കറ്റിൽ ഒരു പേരേ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പം നീ ചിന്തിച്ച് നോക്കിയേ, എന്തുകൊണ്ടാണ് നിൻ്റെ ദൈവത്തിന് അല്ലെങ്കിൽ നിൻ്റെ അപ്പന് പല പേരിൽ വിളിക്കപ്പെടുന്നേ? പല ഭാഷയിലായാലും നമുക്ക് എല്ലാവർക്കും പേര് ഒന്ന് തന്നെയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ പേര് വിളിച്ചില്ലെങ്കിൽ നിനക്കെങ്ങനെ രക്ഷ കിട്ടും? നീ ചിന്തിക്ക്. ഈ യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് അത് കിട്ടും ഇത് കിട്ടും എന്ന് പറയുമ്പോൾ യഥാർത്ഥ പേര് അല്ല, യേശുവിൻ്റെ യഥാർത്ഥ പേരല്ല എങ്കിൽ നിനക്ക് എങ്ങനെയാണ് നീ രക്ഷ കിട്ടുക, നീ വിചാരിക്കുന്നത് കിട്ടുക? അപ്പോൾ യഥാർത്ഥ നീ വിളിക്കുന്ന യേശു എന്ന് വിളിക്കുന്ന യേശുവിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം എന്താണ്? ആ നാമത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ശക്തി എന്താണ്? എന്നൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്, ബൈബിളിലെ തെളിവുകൾ സഹിതം. മത്തായി 1:22 അല്ലേ? അവിടെ നമുക്ക് കർത്താവിൻ്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പറഞ്ഞു കൊടുത്തത് എന്താണ്? അതായത് യോസഫ് മറിയയെ ഗർഭിണിയാണ് എന്നറിയുമ്പോൾ ഉപേക്ഷിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പം അന്ന് രാത്രി സ്വപ്നത്തിൽ വന്ന് പറയുന്ന ഭാഗമാണ് ആ ഭാഗം. ആ സമയത്ത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരിടണം എന്നാണ് നമുക്കവിടെ വായിക്കാൻ കഴിയാം. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് യോസഫിനോട് അല്ലേ? പക്ഷെ യോസഫും മറിയയും ഇട്ട പേരെന്തായിരുന്നു? യേശുവ എന്നായിരുന്നു അല്ലേ? അപ്പം അതെന്താ അങ്ങനെ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ കൺഫ്യൂഷൻ ആകണ്ട. നിങ്ങൾ വിളിക്കുന്ന ഇപ്പോൾ യേശുവ എന്ന് പറയുമ്പോൾ അത് ആരാണാവോ എന്ന് വിചാരിക്കണ്ട. നിങ്ങൾ വിളിക്കുന്ന യേശുവിൻ്റെ യഥാർത്ഥ പേര് ഹീബ്രുവിൽ അന്ന് യേശുവ എന്നായിരുന്നു. ഈ പേര് നിങ്ങൾക്ക് പുരോഹിതൻ പറഞ്ഞു തന്ന് കാണില്ല. ഇസ്രായേൽ ദൈവത്തെയല്ലേ അവർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്? അപ്പോൾ ഇസ്രായേലിൻ്റെ രേഖകളിൽ പോയി നോക്കിയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ത്? നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം പേര് എന്തായിരുന്നു എന്ന് ചിന്തിക്കാനെങ്കിലും, എന്നിട്ട് സ്വന്തം അപ്പൻ്റെ യഥാർത്ഥ പേരിട്ട് വിളിക്കാനെങ്കിലും നിങ്ങൾ ചിന്തിച്ച് നോക്കി. മനുഷ്യരായി നിങ്ങൾക്ക് പോലും പേര് മാറ്റി വിളിച്ചാൽ ഇഷ്ടപ്പെടുമോ? നിങ്ങൾ സമ്മതിക്കുമോ? പിന്നെയാണോ സർവശക്തനായ ദൈവം? അപ്പോൾ പിന്നെ യേശു എന്ന് പറഞ്ഞ് ഒരു പ്രതിമയെ പേരിട്ട് വിളിച്ചാൽ ആ പ്രതിമയിൽ ശരിക്കും യേശുവ വന്ന് കയറിയിരിക്കുമോ? അതിൽ കയറിയിരുന്ന് നിനക്ക് അനുഗ്രഹം തരാൻ മാത്രം ചീപ്പാണോ നമ്മുടെ ദൈവം? ഒരു കല്ലിൽ നീ ഒതുക്കി വെച്ചാൽ അതിൽ ഒതുങ്ങി നീ പറയുന്നതൊക്കെ അനുസരിക്കുന്ന അടിമയായി നിൽക്കാവുന്ന ചീപ്പാണോ നിൻ്റെ ദൈവം? അപ്പം നീ എന്താ പറയുക? അതൊന്നുമില്ല, ദൈവം കരുണാമയനാണ്. കാരണം നിന്നെ പുരോഹിതൻ പഠിപ്പിച്ചതും എന്താണ്? കരുണയുള്ള ദൈവം, എല്ലാം ക്ഷമിക്കുന്ന ദൈവം എന്നൊക്കെയല്ലേ? എന്നാൽ നീ ബൈബിൾ എടുത്തൊന്ന് വായിക്കി.
അവിടെ നിനക്ക് പ്രതികാരം ചെയ്യുന്ന ദൈവം, ശിക്ഷിച്ച് വഴി നടത്തുന്ന ഒരു അപ്പനെ കാണാൻ പറ്റും. മക്കളെ ശിക്ഷണം കൊടുത്ത് വളർത്തുന്ന അപ്പനാണ് യഥാർത്ഥ അപ്പൻ, അല്ലേ? അല്ലാതെ മക്കള് എന്ത് താന്തോന്നിത്തരം കാണിച്ചാലും അത് അവരുടെ വഴിക്ക് പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്നേഹമല്ല, അല്ലേ? നിങ്ങൾ നിങ്ങളുടെ മക്കളെ വഴി നടത്താനായിട്ട് നിങ്ങൾ ശിക്ഷിക്കാറില്ലേ? അപ്പോൾ പിന്നെ ശിക്ഷണം തരുന്ന ഒരു പിതാവാണ് യഥാർത്ഥ പിതാവ്. ചിലരൊക്കെ സ്റ്റാറ്റസ് ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ? എന്ത് കരുണയുള്ള, ക്ഷമയുള്ള, സൗഖ്യം തരുന്ന വചനങ്ങളൊക്കെ പെറുക്കി എടുത്തിടും. അങ്ങനെ സുഖിപ്പിച്ച് സംസാരിക്കുന്ന പ്രവാചകൻ ഒരിക്കലും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് സാത്താനാണ്. നല്ല പ്രവാചകന്മാര് വരാൻ പോകുന്ന വിപത്ത് കണ്ടറിഞ്ഞ് പശ്ചാത്തപിക്കാൻ ഉള്ളതുപോലെ പറയും. കാരണം എന്താ? അവന് ദൈവത്തിന് ഭയമുണ്ട്. ഞാൻ ഇനി വിഷയത്തിലോട്ട് വരാം. ഞാൻ ഇതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടല്ല ഇന്ന് വന്നത്. അപ്പോൾ നമ്മൾ ഇമ്മാനുവേൽ എന്ന് പേരിടാൻ പറഞ്ഞിട്ട് യോസഫ് ഇട്ടത് യേശുവ എന്നായിരുന്നു. അപ്പം അതെന്താണെന്നാണ് നമ്മൾ പറയുന്നത്. ലൂക്ക 1:31 ഗബ്രിയേൽ മാലാഖ വന്ന് മറിയയോട് പറയുന്നുണ്ട്, എന്ത്? നീ മകന് യേശുവ എന്ന് പേർ വിളിക്കണമെന്ന്, അല്ലേ? അപ്പം ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുക? പേരിടേണ്ടത് എന്താണ്? യേശുവ എന്ന്. പക്ഷേ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. എന്താ ഇമ്മാനുവേൽ എന്നതിൻ്റെ അർത്ഥം? ദൈവം നമ്മോട് കൂടെ. അപ്പം അതൊരു പദവി പേരാണ്, ഒരു സ്ഥാനപ്പേരാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ എന്താ പറഞ്ഞേ? ഞാൻ എന്നും യുഗാന്ത്യം വരെ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുന്ന പറഞ്ഞേ. ആരായിട്ട്? ഇമ്മാനുവേലായിട്ട്, അതായത് പരിശുദ്ധാത്മാവായിട്ട്. അപ്പം എന്താ ഇതിൻ്റെ അർത്ഥം? യേശുവ തന്നെയാണ് പരിശുദ്ധാത്മാവ്. അപ്പം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരേ പേര് തന്നെ എങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആ നാമം എത്ര പ്രാധാന്യം അർഹിക്കുന്നതായിരിക്കും, അല്ലേ? ചിലർ പറയണ കേട്ടിട്ടില്ലേ, രൂപമില്ലാത്ത ദൈവത്തിന് എന്തിനാണ് ഒരു പേര് എന്നൊക്കെ, അല്ലേ? എന്ത് പേരിട്ട് വിളിച്ചാലും ഇപ്പം എന്താ എന്നൊക്കെ ചോദിക്കുന്ന കേട്ടിട്ടില്ലേ? അരൂപിയല്ലോ, പിന്നെ എന്തിനാ പേര് എന്ന് ചോദിക്കൂലേ? എൻ്റെ സാത്താങ്കൂട്ടമേ, നിനക്ക് പേരുണ്ടോ? എല്ലാ ജന്തുക്കൾക്കും പക്ഷികൾക്കും പ്രപഞ്ചത്തിലെ എല്ലാത്തിനും ഒരു പേരിട്ട് വെച്ചിട്ടുണ്ട് ദൈവം. ആദത്തിനെ കൊണ്ട് ആ പേരിടിച്ചു, അല്ലേ? ഇന്ന് നമ്മുടെ ഇടയിലുള്ള എല്ലാ സമ്പ്രദായങ്ങളും ദൈവം പഠിപ്പിച്ചതാണ്. ദൈവസഭ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയാണ് ദൈവം ഭൂമിയിലും ഉണ്ടാക്കിയത്. അപ്പോൾ യാതൊരു വിലയില്ലാത്ത നിനക്ക് ദൈവം പേരുണ്ടാക്കി, അല്ലേ? ഊരും പേരും ഉണ്ടാക്കി തന്നു നിനക്ക്, ഇല്ലേ? പക്ഷെ നീയോ പേരുണ്ടാക്കി തന്ന, നിനക്ക് പേരുണ്ടാക്കി തന്ന ദൈവത്തിൻ്റെ പേര് നീ മറന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? യേശു എന്ന് എഴുതിയിടത്തെല്ലാം യേശുവ എന്ന് തിരുത്തണം. ഇനി യേശു ക്രിസ്തു എന്ന് എഴുതിയിടത്തെല്ലാം യഹോശുവ മശിഹാഹ് എന്ന് തിരുത്തണം. എല്ലായിടത്തും ആ പേര് വൃദ്ധ പറയാതെ ഭക്തിയോടുകൂടെ വായിക്കണം. നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. സ്വർഗാരോഹണത്തിന് ശേഷം നമ്മൾ യഹോശുവ മശിഹ എന്നാണ് വിളിക്കുക ദൈവത്തിനെ. നമുക്ക് വിളിക്കാൻ വേണ്ടി ദൈവം തന്നേക്കുന്ന പേരാണത്. ഇനി എന്തിനാണ് ഭയഭക്തിയോടുകൂടി വിളിക്കണം എന്നതിന്? അതായത് വെളിപാട് 22:4 സ്വർഗത്തിൽ യേശുവായുടെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. അവിടെ ദൈവത്തെ നാം കാണുന്നത് യേശുവായുടെ രൂപത്തിലായിരിക്കും. വെളിപാട് 22:4 പറയുന്നത്. അപ്പോൾ യേശുവായുടെ നെറ്റിയിൽ, യേശുവായുടെ പേര് നമ്മുടെ നെറ്റിയിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്. വെളിപാട് 14:2 പറയുന്നുണ്ട്, സിയോനിൽ കുഞ്ഞാടിനൊപ്പം 1,44,000 പേരെ മാറ്റി നിർത്തുമ്പോൾ അവരുടെയും നെറ്റിയിൽ ദൈവത്തിൻ്റെ നാമമാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇത്രയ്ക്ക് പ്രാധാന്യമുള്ള നാമം മനുഷ്യരുടെ ഇഷ്ടപ്രകാരം മാറ്റാമോ? ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ രക്ഷിക്കാനായിട്ട് ദൈവം ഇട്ട പദ്ധതിയാണ് യേശുവ, അല്ലേ? ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലേ, അറിവ് നമ്മളാണ്. നമ്മെ രക്ഷിക്കാനായിട്ട് പദ്ധതി ഇട്ടു.
യേശുവ, പിന്നെ ഹിതമാണ് ഇസ്രായേൽ എന്നൊക്കെ അല്ലേ. അപ്പൊ അന്ന് പദ്ധതി ഇട്ടെങ്കിലും പിന്നീട് ദൈവം ജഡത്തിൽ വരുന്നതിന് മുൻപ് നാമത്തിൽ വെളിപ്പെട്ടു. അതെങ്ങനെയാണ്? ജോഷുവയിലൂടെ. അതായത് ജോഷയുടെ പേര് യഹോശുവ എന്നായിരുന്നു. അതായത് ഇസ്രായേൽ മക്കളെ മോചിപ്പിക്കാനായിട്ട്, രക്ഷ കൊണ്ടുവരാനായിട്ട്, കാനാൻ ദേശം കൊടുക്കാനായിട്ട് ദൈവം ആദ്യം തന്നെ നാമത്തിൽ വെളിപ്പെട്ടു. പിന്നീടാണ് ജഡത്തിൽ യേശുവായി വെളിപ്പെട്ടത്. എങ്ങോട്ട്? നമ്മെ നിത്യജീവനിലേക്ക് കൊണ്ടുവരാൻ, രക്ഷ നൽകാൻ. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് സംഖ്യ പുസ്തകം 13:16 വായിച്ചു നോക്കുകയാണെങ്കിൽ, കാനാൻ ദേശം ഉറ്റുനോക്കുവാൻ പുരുഷന്മാരെ അയച്ചപ്പോൾ നൂന്റെ മകനായ ജോഷയെ പേര് മാറ്റുന്നത് കാണാം. മോശ, അത് യഹോശുവ എന്നായിരുന്നു. അപ്പൊ എന്തിനാണ് ആ പേര് മാറ്റിയത്? ജോഷുവ എന്ന പേര് മാറ്റിയത് കാരണം എന്താ? നാമത്തിൽ, അതായത് ദൈവത്തിന്റെ നാമം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ആ നാമത്തില്, ആ ജോഷുവയിലൂടെ വെളിപ്പെട്ട നാമം, ആ നാമമാണ് അന്ന് അവരെ കാനാൻ ദേശത്തേക്ക് രക്ഷിച്ച് കൊണ്ടുപോയത്. അതെന്തിനാ അങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ, ദൈവം അവരോട് വാക്ക് കൊടുത്തിരുന്നു. പുറപ്പാട് 6:8 വായിച്ചാൽ മനസ്സിലാകും. അവിടെ ദൈവം ഒരു വാക്ക് കൊടുക്കുന്നുണ്ട് ഇസ്രായേൽ മക്കൾക്ക്. ഞാൻ തന്നെ നേരിട്ട് നിങ്ങളെ കൊണ്ടുപോയി കാനാൻ ദേശം അവകാശമാക്കി തരും എന്ന്. അപ്പോ അത് ദൈവത്തിന് ആ വാക്ക് പാലിക്കണ്ടേ? അതുകൊണ്ടാണ് ദൈവം ആ ദൈവത്തിന്റെ നാമത്തിൽ വെളിപ്പെട്ടിട്ട് ആ വാക്ക് പാലിച്ചത്. പിന്നീട് യേശുവായി വീണ്ടും ആ നാമം തന്നെ ശരിക്കും സ്വീകരിച്ച് ജഡത്തിൽ വെളിപ്പെട്ട് നമ്മെ നിത്യരാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് വന്നു. ഇതൊന്നുമല്ല, ഇനിയുമുണ്ട് നാമത്തിന് പ്രത്യേകത. യേശുവാക്കി മുൻപ് ആ നാമം വെളിപ്പെട്ടു അല്ലേ? നമ്മളിപ്പോൾ അതൊക്കെ കണ്ടത്. ജോഷയിലൂടെ ആദ്യം നാമം വെളിപ്പെട്ടു, പിന്നെ യേശുവ ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പൊ ഇതുപോലെ തന്നെയാണ് നിനക്ക് സ്വർഗത്തില്, നിനക്ക് മുമ്പ് നിന്റെ യഥാർത്ഥ നാമവും വെളിപ്പെടും. അതായത് നിന്റെ സ്വന്തം പേര്, ഇപ്പൊ നിനക്കുള്ള പേരുണ്ടല്ലോ, അത് നിന്റെ പേര്, ഇപ്പോഴുള്ള പേര് മാറി സ്വർഗത്തിൽ പുതിയ പേര് കിട്ടും. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ മുൻപ്, സ്വർഗത്തിൽ നമ്മൾക്കൊരു പുതിയ ശരീരം കിട്ടുന്നു. അപ്പൊ പുതിയ ശരീരം കിട്ടുമ്പോൾ പുതിയ പേരും കിട്ടും. ഇതെങ്ങനെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, വെളിപാട് 2:17, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്നയും വെള്ളക്കല്ലും കൊടുക്കും. ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്ത ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്ന പുതിയ പേര് കൊടുക്കും. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുക? നമ്മൾക്കൊരു പുതിയ ജഡം അല്ലെങ്കിൽ പുതിയ ഒരു ശരീരം കിട്ടുമ്പോൾ നമ്മൾക്ക് ഒരു പുതിയ പേരും കൂടെ കിട്ടും. ഇതിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ പേരിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ അപ്പൻ്റെ പേരിന് എന്തേ അപ്പൊ പ്രാധാന്യം ഒന്നുമില്ലേ? എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും അത് സാധിച്ചു കിട്ടുമെന്നല്ലേ? അങ്ങനെയല്ലേ ക്രിസ്ത്യാനി പഠിച്ചേക്കുന്നേ? അപ്പൊ നാമമറിയാത്ത ക്രിസ്ത്യാനി, പേരിന് യാതൊരു വിലയും കൊടുക്കാത്ത ക്രിസ്ത്യാനി, നീ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം കേൾക്കുമോ? ദൈവം നിന്നെ ഗൗനിക്കുമോ? ഏശയ്യ 56:6 അദോനയെ സേവിച്ച് അവിടുത്തെ നാമത്തെ സ്നേഹിച്ച് അവിടുത്തെ ദാസന്മാരായിരിക്കാൻ ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ എന്ന് വിളിക്കുന്നുണ്ട്. ശബത്തിനെ അശുദ്ധമാക്കാതെയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് സന്തോഷിപ്പിക്കുമെന്ന് അവിടെ പറയുന്നേ. അപ്പോൾ അന്യജാതിക്കാരനായ ക്രിസ്ത്യാനിയെ നിത്യരാജ്യത്തിലേക്ക് കടക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ ദൈവനാമത്തെ സ്നേഹിക്കണം. അപ്പോൾ യഥാർത്ഥ ദൈവനാമം അറിയണം അല്ലേ? അവിടെ അങ്ങനെ എഴുതി വെച്ചേക്കുന്നേ. അപ്പോൾ യഥാർത്ഥ ദൈവനാമം അറിയില്ലെങ്കിൽ അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിത്യരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക? യാക്കോബ് അന്ന് ദൈവവുമായിട്ട് സംസാരിച്ചത് കബല വെച്ചിട്ടായിരുന്നല്ലേ? ഞാൻ മുൻപ് നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, കബല ഉപയോഗിച്ചിരുന്നു യാക്കോബ്. അപ്പോൾ ഈ കബലയിലും ദൈവത്തിൻ്റെ യഥാർത്ഥ നാമം ഉപയോഗിച്ചിരുന്നു. അതെന്തിനാണെന്നറിയോ? സാത്താനെ ഓടിക്കാൻ. പക്ഷെ പിന്നീട് ഈ കബല എടുത്ത്
അതിനെ ദുർവിനിയോഗം ചെയ്ത് സാത്താനെ വിളിച്ചു വരുത്താനും മനുഷ്യർ ചെയ്തു തുടങ്ങി. അതുകൊണ്ടാണ് ഇന്ന് കബല സൂക്ഷിച്ചുപയോഗിക്കണം. അല്ലെങ്കിൽ അതായത് ദൈവത്തിൻ്റെ യഥാർത്ഥ നാമം അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും 12 മക്കൾക്കൊക്കെ അന്നറിയാമായിരുന്നു. ആ നാമത്തെ അവർ ഭയപ്പെട്ടിരുന്നു, വൃദ്ധ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ പ്രധാന പുരോഹിതൻ മാത്രം വർഷത്തിലൊരിക്കൽ, അതായത് യോം കിപ്പൂർ ദിവസം ആ നാമം ഉപയോഗിച്ച് അതിവിശുദ്ധ സ്ഥലത്ത് പ്രാർത്ഥിക്കും. അങ്ങനെയാണ് അവർക്ക് പാപപരിഹാരം കിട്ടിയിരുന്നതും രക്ഷ കിട്ടിയിരുന്നതും. പിന്നീട് ആ നാമം പ്രധാന പുരോഹിതൻ അടുത്ത പ്രധാന പുരോഹിതന് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെയാണ് അവർ ആ നാമം സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഇന്നും അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആർക്കും അറിയില്ല. യഹൂദർ യൂദ് ഹേ വാവ് ഹേ എന്നാണ് ഉച്ചരിക്കുക, 4 വാക്ക് വെച്ചിട്ട്. നമുക്ക് വിളിക്കാനായിട്ട് ദൈവം വെളിപ്പെടുത്തി തന്ന യഥാർത്ഥ നാമമാണ് യഹോശുവാഹ് മശിഹാഹ് എന്ന്. അതിനാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യേശു എന്നുള്ളിടത്ത് യേശുവ എന്നും, യേശു ക്രിസ്തു എന്നുള്ളിടത്ത് യഹോശുവ മശിഹാഹ് എന്നും, നമ്മൾ അതുപോലെ യഹോവ എന്ന് എഴുതിയിട്ടുള്ളിടത്ത് അദോന എന്നും ബൈബിള് വായിക്കുമ്പോൾ തിരുത്തി വായിക്കണം. ഇനി ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 5:10 വായിച്ചു നോക്കുകയാണെങ്കിൽ അവിടെ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ യേശുവാക്കി ലഭിച്ചു. അങ്ങനെ കാണാം. അതെങ്ങനെ ആ മഹാപുരോഹിതൻ എന്ന നാമം ദൈവത്താൽ ലഭിച്ചു എന്ന് പറയുന്നേ? ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 5 വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രധാന പുരോഹിതനാണ് യോം കിപ്പൂർ ദിവസം ദൈവത്തിൻ്റെ യഥാർത്ഥ നാമം ഉച്ചരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തനിക്ക് വേണ്ടിയിട്ടും പാപയാഗം അർപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഹെബ്രായർ 5:4 നമുക്ക് വായിച്ചു നോക്കണം. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് യേശുവാക്കിയ പ്രധാന പുരോഹിതൻ എന്നുള്ള പേര് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 5:4 വായിക്കുകയാണെങ്കിൽ അഹറോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനത്തേക്ക് സ്വയമേ വരില്ല എന്ന്. സ്വയം വരാൻ പറ്റില്ല, ദൈവം വിളിക്കുന്നവർക്ക് മാത്രമേ പ്രധാന പുരോഹിതനാവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ യേശുവായെയും ദൈവം വിളിച്ചു. എങ്ങനെ വിളിച്ചു? എന്ത് പറഞ്ഞ് വിളിച്ചു? നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു. പിന്നെ മറ്റൊരിടത്ത് നീ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് യേശുവാക്കി ആ പ്രധാന പുരോഹിതൻ്റെ നാമം കിട്ടിയത്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 5:9 ഇങ്ങനെ പറയുന്നത്, യേശുവാക്കി ദൈവനാമത്തോടുള്ള ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചിരുന്നതും നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്നതും അങ്ങനെയാണ്. മനസ്സിലായി? അതായത് യേശുവാക്കി ദൈവത്തോട് സംസാരിക്കാനായിട്ട്, ദൈവനാമത്തിനോട് ഭക്തിയോടുകൂടി സംസാരിക്കാനും ഉത്തരം ലഭിച്ചതൊക്കെ എങ്ങനെയാണ്? പ്രധാന പുരോഹിതൻ എന്നുള്ള ആ നാമത്തിലാണ്, ആ ഒരു പൊസിഷനിൽ നിന്നതുകൊണ്ടാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4:14 കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആകാശത്തിൽ കൂടി കടന്നു പോകുന്നൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി യേശുവായെ നമുക്ക് കിട്ടിയെന്ന്. അപ്പം ഞാനിപ്പോൾ പറയുന്നത് ആ മഹാനാമത്തിൻ്റെ പ്രാധാന്യമാണ്. ഇനി നിങ്ങൾക്കൊരു സത്യം അറിയാമോ? മോശയ്ക്ക് ഈ ദൈവത്തിൻ്റെ നാമം അറിയില്ലായിരുന്നു. അതായത് അന്ന് ഫറവോയുടെ കൊട്ടാരത്തിലല്ലേ മോശ ഒളിച്ചു പാർത്തിരുന്നത് അല്ലേ? വെള്ളത്തിൽ ഒഴുകി വന്നപ്പോൾ ഫറവോയുടെ മകളെടുത്ത് വളർത്തിയിട്ട്. അപ്പോൾ അവനറിയില്ലായിരുന്നു ഞാൻ ഇസ്രായേലിൻ്റെ മകനാണ് എന്ന്. ഒരു അധികാര കൈമാറ്റത്തിൻ്റെ സമയത്താണ് താൻ ഇസ്രായേലിൽ ആരുടെയോ മകനാണ് എന്ന് മോശ തിരിച്ചറിഞ്ഞത്. അപ്പം അതുവരെ മോശയ്ക്ക് ഈ ഇസ്രായേലിൽ ദൈവത്തിനെ പറ്റി ഒരു അറിവില്ലായിരുന്നു. മോശ പരിച്ഛേദനം ഏറ്റിട്ടുമില്ല. പിന്നീട് ആ ഒരു കൊലയൊക്കെ ചെയ്തില്ലേ, അപ്പോഴാണ് സ്വന്തം സഹോദരങ്ങളെ തിരിച്ചറിയാൻ സാധിച്ചതും അവിടെ നിന്ന് ഓടിപ്പോയതും. അതായത് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമം അന്ന് മോശയ്ക്ക് അറിയില്ലായിരുന്നു, പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. അതെങ്ങനെ തിരിച്ചറിഞ്ഞതെന്ന് ഞാൻ പറയാൻ വരുന്നത്. അതായത് പുറപ്പാട് 3:14 നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. 14 മുതൽ 15 വായിച്ചു നോക്കുമ്പോൾ മോശ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇസ്രായേലിനോട് ചെന്നിട്ട് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ അയച്ചു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? അവിടുത്തെ നാമം എന്താണെന്ന് അവർ ചോദിക്കുകയില്ലേന്ന്. അപ്പോൾ ദൈവം പറയുന്നുണ്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു.
എന്നാൽ ആകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ പറയണം എന്നാ പറയണേ. അതായത് പുറപ്പാട് 3:15 കറക്റ്റായിട്ട് പറയാണ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ അദോനായ് എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയണം എന്നാണ് മോശയോട് പറയണേ. എന്നിട്ട് പറയാണ്, ഇത് എന്നേക്കും എൻ്റെ നാമവും തലമുറയായി എൻ്റെ ജ്ഞാപകവുമാകുന്നു. അതിനാൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പന്മാർ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. അതായത് ദൈവത്തിൻ്റെ നാമം അന്ന് ഇസ്രായേൽ മക്കൾക്കറിയാം, മൂപ്പന്മാർക്കൊക്കെ അറിയാമായിരുന്നു. അപ്പം ആ നാമത്തിൽ പറഞ്ഞാൽ അവർ വിശ്വസിക്കും. കാരണം മോശയ്ക്ക് നാമം മുൻപ് അറിയില്ലായിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് മൂപ്പന്മാർക്ക് അറിയാമായിരുന്നു. അപ്പം ഈ രഹസ്യം മോശ ചെന്ന് പറഞ്ഞപ്പോഴാണ്, അവർക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യം, ദൈവനാമത്തിൻ്റെ ആ രഹസ്യം മോശ ചെന്ന് പറഞ്ഞപ്പോഴാണ് അന്ന് ഇസ്രായേലിൻ്റെ ആ മൂപ്പന്മാർ വിശ്വസിച്ചത്. അപ്പം അവർക്ക് മനസ്സിലായി എന്ത്, മോശ വന്നിരിക്കുന്നത് തങ്ങളുടെ യഥാർത്ഥ അപ്പൻ അയച്ചിട്ടാണ് എന്ന് മനസ്സിലായത്. പിന്നീട് അതിനുശേഷം പ്രധാന പുരോഹിതന്മാരെയൊക്കെ പിന്നീട് അവർ തിരഞ്ഞെടുത്തു. അങ്ങനെ പ്രധാന പുരോഹിതന്മാർക്ക് മാത്രമേ പിന്നീട് അത് അറിയുകയുള്ളായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി യോം കിപ്പൂർ ദിവസം പ്രാർത്ഥിക്കാനായിട്ട് അങ്ങനെ പ്രധാന പുരോഹിതനിൽ നിന്ന് കൈമാറ്റം ചെയ്തിട്ടാണ് ഈ നാമം, അങ്ങനെയാണ് കൈമാറ്റം ചെയ്യുന്നത്. ഇന്നും ആ നാമം യഹൂദർ ഉപയോഗിക്കില്ല. ഇതുപോലെ തന്നെയായിരുന്നു തോറ 10 കൽപ്പനയിലൂടെ മോശയ്ക്ക് കൊടുത്തല്ലേ. പക്ഷെ അതിന് മുമ്പേ അബ്രാഹത്തിനും തൻ്റെ പൂർവികന്മാർക്കൊക്കെ തോറയിലുള്ളത് ദൈവം പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് സഹോദരിയെ കല്യാണം കഴിക്കരുത്, അതുപോലെ യാഗം കഴിക്കണ കാര്യമൊക്കെ അവർ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അതിനുശേഷമാണ് കർത്താവ് സ്വന്തം കൈകൾ കൊണ്ട് എഴുതി തോറ ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, ഈ കപല തെറ്റായിട്ട് ഉപയോഗിച്ചിട്ട് ദുർമന്ത്രവാദമൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. അപ്പം അതിനാലാണ് അമാവാസി ദിവസവും സാത്താൻ്റെ ശക്തി കൂടുന്ന സമയത്ത് നാം മാസാരംഭത്തിൽ പ്രത്യേകം യഹൂദന്മാരെ പോലെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അന്ന് നമ്മൾ ഈ അമാവാസി ദിവസം സാത്താൻ ശക്തി കൂടുതൽ, അതാണ് നമ്മൾ മാസാരംഭത്തിൽ പ്രത്യേക പ്രാർത്ഥനയൊക്കെ കഴിക്കുന്നത്. അപ്പം ആ പ്രാർത്ഥനയും അതുപോലെ വെളുപ്പിന് 2 മണിക്ക് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ സാത്താനെതിരെ പൊരുതാനായിട്ട് നമുക്ക് ശക്തി കിട്ടും. ദൈവത്തിൻ്റെ നാമത്തിൽ നമുക്ക് അവനെ ഓടിപ്പിക്കാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ പ്രാധാന്യം. ഇനി ഒരു നാമമുള്ളൂ, ഒരു ദൈവമുള്ളൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമവും ഒന്ന് തന്നെയാണെന്ന് നമ്മൾ കണ്ടല്ലേ. കഴിഞ്ഞതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ അത് പ്രൂവ് ചെയ്തതാണ്. സംശയമുള്ളവർക്ക് ബൈബിളിൽ പോയിട്ട് വായിക്കാം. അതായത് യോഹന്നാൻ 17:12 വായിച്ചാൽ നമുക്കവിടെ മനസ്സിലാക്കാം. ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിതാവേ അങ്ങ് എനിക്ക് തന്ന അങ്ങയുടെ നാമം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ പറയണേ. അപ്പോൾ പിതാവ് എനിക്ക് തന്ന അങ്ങയുടെ നാമം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ നാമവും യേശുവായുടെ നാമവും ഒന്ന് തന്നെയാണ്. അതുപോലെ യോഹന്നാൻ 14:26 പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ എന്താണ്, യേശുവായുടെ നാമം തന്നെയാണ് വരാൻ പോകുന്ന പരിശുദ്ധാത്മാവിന് വന്ന് കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്ത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമവും ഈ ഒന്ന് തന്നെയാണ് എന്ന്. ആ നാമത്തിൻ്റെ പ്രാധാന്യവും ഇപ്പോൾ നമ്മൾ കണ്ടു. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചുരുക്കത്തിൽ എന്താണ്, അതായത് യേശുവ എന്ന നാമം അല്ലെങ്കിൽ യേശുവ എന്താണ് എന്ന് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ചുരുക്കത്തിൽ പറയാം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്. എന്താണ്, ആദ്യം തന്നെ ഞാൻ മുൻപ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ള നിങ്ങളോട്, അതായത് 12 ദൂതന്മാർ, 12 പ്രധാനപ്പെട്ട സംഖ്യയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. 12 ദൂതന്മാർ ദൈവത്തിനുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ദൂതൻ തൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമായ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരുന്ന ഒരു ദൂതനായിരുന്നു ലൂസിഫർ, അതായത് സാത്താൻ. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവൻ അഹങ്കരിച്ചു. ഇനിയിപ്പോൾ ദൈവത്തിൻ്റെ ആവശ്യം എന്താ, ഞാനാണല്ലോ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ദേവസഭയിലെ. അപ്പോൾ അവൻ അഹങ്കരിച്ചു. അവനെ അനുസരിക്കുന്ന കുറച്ച് ദൂതന്മാരും കൂടി ഉണ്ടായിരുന്നു. അവൻ അഹങ്കരിച്ചത് കൊണ്ടാണ് ദൈവം ആ ഒരു സ്ഥാനത്ത് നിന്ന്, അപ്പം നിങ്ങൾ കണ്ടാൽ മതി, അത് 12
കസേര, അതിൽ ഒരു കസേര. അതിലുണ്ടായിരുന്ന ലൂസിഫർ എന്ന സാത്താനെ അവൻ്റെ കൂട്ടാളികളെയും അവനെ അനുസരിച്ചിരുന്ന കുറേ മാലാഖമാരെയും കർത്താവ് ദൈവം വെട്ടി താഴെ ഇട്ടു. അവർ മധ്യാകാശത്ത് കിടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സീറ്റ് ഒഴിഞ്ഞല്ലേ, ആ ഒരു കസേര ഒഴിഞ്ഞു. അപ്പോൾ ദൈവം എന്താ ചെയ്തത്? ആ കസേരയിൽ ഇരുത്താൻ ദൈവം ആദത്തിനെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് അവന് പ്രാക്ടീസ് കൊടുക്കാൻ, ഈ ലോകത്തിലെ രാജാവാക്കി അവനെ പ്രാക്ടീസ് കൊടുത്തിട്ട് വേണമല്ലോ ആ സീറ്റിൽ ഇരുത്തണമെങ്കിൽ. അതിന് വേണ്ടിയിട്ടാണ് ദൈവം ആദത്തിനെ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവം, ഞാൻ നേരത്തെ പറഞ്ഞോണം, ലോകം സൃഷ്ടിക്കാനായിട്ട് ചിന്തിക്കുന്നതിന് മുൻപേ തന്നെ, ലോകസ്ഥാപനത്തിന് മുൻപേ തന്നെ ഈ ആദത്തിനെ സാത്താൻ വന്ന് തെറ്റിക്കുന്നതും അതുപ്രകാരം നീതിമാന്മാരെല്ലാവരും നരകത്തിൽ പോകാൻ പോകുന്നതും എല്ലാം കണ്ടു. അപ്പോഴാണ് ദൈവം അവിടെ വെച്ചിട്ടാണ് ഒരു പദ്ധതി ഇടുന്നത്. എന്ത്? അതായത് ദൈവം അറിവിൽ നിന്നെ പോലും കണ്ടു. അപ്പോൾ നീ അടക്കം തെറ്റ് ചെയ്താലും നന്മ ചെയ്താലും നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരു പദ്ധതി ഇട്ടു. ആ പദ്ധതിയായിരുന്നു യേശുവ. അപ്പം ആ നാമം അന്നേ ഉണ്ടായി, യേശുവ എന്നുള്ള ആ നാമം. എന്നിട്ട് അത് പദ്ധതി. അതിനുശേഷമാണ് ദൈവത്തിൻ്റെ ഹിതമായിട്ട് ഇസ്രായേൽ എന്ന ഒരു പ്രത്യേക ജനതയെ രൂപപ്പെടുത്തിയതും ദൈവം തന്നെ സ്വന്തമായിട്ട് മനുഷ്യരൂപത്തിൽ യേശുവായിട്ട് ആ ഇസ്രായേൽ വർഗത്തിൽ വന്ന് മനുഷ്യനായിട്ട് ജനിച്ച് നമ്മെ രക്ഷിച്ചത്. പിന്നെ നമുക്കറിയാലോ, യേശുവ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ദൈവമായിരുന്നിട്ടല്ല ജീവിച്ചിരുന്നേ, മനുഷ്യനായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു ദൈവം ആകാശത്ത്, ആ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ യേശുവായിട്ട് ജീവിച്ചു. ആ സീറ്റ് ഒഴിഞ്ഞു കിടക്കാണ്, നിങ്ങളത് ഓർക്കണം. ആ സീറ്റിലേക്ക് ഇരുത്തണം. ആരെ ഇരുത്തണം? യേശുവായെ ഇരുത്തണം, ആ ഒഴിഞ്ഞു കിടക്കണം. അതുകൊണ്ട് അതായത് എന്താണ്, ദൈവം തന്നെ അവിടെ മനുഷ്യത്തിൻ്റെ ജഡത്തിൻ്റെ രൂപത്തിൽ വന്നിട്ട് സാത്താനെ തോൽപ്പിച്ച് ആധിപത്യം വാങ്ങിച്ചെടുത്തുകൊണ്ട് യേശുവ സ്വർഗാരോഹണം ചെയ്തല്ലേ. അപ്പോൾ പിന്നെ ആ സീറ്റിലപ്പോൾ ആരെ ഇരുത്താം? അവിടെ ആരാണ് പിന്നെ അർഹയായിട്ടുള്ളത്? യേശുവ. മനസ്സിലായോ? അതായത് യേശുവായുടെ രൂപത്തിലാണ് നിത്യരാജ്യത്തിൽ നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കുക. എല്ലാ എലോഹിമുകൾക്കും ദൈവത്തിന് രൂപമില്ല അല്ലേ? 7ാം സ്വർഗത്തിലാണ് ദൈവം, നമുക്കറിയാം, രൂപമില്ല. അപ്പോൾ നമ്മൾ ആരുടെ രൂപത്തിലാണ് ദൈവത്തെ കാണുന്നേ? യേശുവായുടെ രൂപത്തിൽ. അപ്പോൾ ആ സീറ്റിൽ ആരായിരിക്കുന്നേ? യേശുവ. അപ്പോൾ എല്ലാത്തിൻ്റെയും നിയന്ത്രണം ആരുടെ കയ്യിൽ നിന്ന് തിരിച്ചു വന്നു? ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു വന്നു. യേശുവായുടെ രൂപത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു വന്നു. ഇനി ആ യേശുവ വീണ്ടും വരുമല്ലേ, എന്തിന്? നമ്മെ വിധിക്കാൻ. ഗർജിക്കുന്ന സിംഹം പോലെ പാപികൾക്ക് പതനം നൽകുവാനും നന്മ ചെയ്യുന്നവരെ കൊണ്ടുപോകുവാനും വരും യേശുവ. കാരണം എന്തുകൊണ്ടാണ്? യേശുവാക്ക് മാത്രമേ വിധിക്കാൻ പറ്റുള്ളൂ നമ്മെ. കാരണം മനുഷ്യനായി ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവാക്ക് മാത്രമേ നമ്മളെ വിധിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിന് വിധിക്കാൻ പറ്റില്ല. കാരണം ദൈവമാണ്. അപ്പം നമ്മൾ ചോദിക്കൂലേ, മനുഷ്യർക്ക് മാത്രമേ ഈ വിഷമമൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്ന്. ദൈവം തന്ന നിയമങ്ങളിലൂടെയൊക്കെ ജീവിച്ച് ഇങ്ങനെ ജീവിക്കണമെന്ന് മാതൃക കാണിച്ചു തന്ന് മരിച്ച ഉയർത്തെഴുന്നേറ്റ യേശുവാക്ക് മാത്രമേ നമ്മൾ വിധിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വിധിക്കാൻ യേശുവ അവസാനം വരും. അതിനുശേഷം ഈ ഭൂമി തന്നെ, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഉണ്ടാവുക, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുന്നത് എന്നൊക്കെ. സ്വർഗത്തിൽ നിന്ന് സ്വർഗം ഇങ്ങനെ ഭൂമിയിലേക്ക് വന്ന് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും. അപ്പോൾ ദുഷ്ടന്മാരൊക്കെ നരകത്തിലേക്കും സാത്താൻ്റെ കൂടെ നന്മ ചെയ്തവരെയൊക്കെ നിത്യരാജ്യത്തിലേക്കും പ്രവേശിക്കും. അവിടെ നിത്യരാജ്യത്തിൽ നമ്മൾ ദൈവത്തെ കാണുന്നത് യേശുവായുടെ രൂപത്തിലായിരിക്കും. അപ്പോൾ ഇതാണ് അപ്പോൾ ചുരുക്കം. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്? ദൈവം ഒന്നേയുള്ളൂ അല്ലേ? യേശുവ എന്ന മനുഷ്യനായിട്ട് വന്നു, സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ സമയങ്ങളിൽ പരിശുദ്ധാത്മാവായിട്ട് നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നു. അതിനുശേഷം യേശുവ വീണ്ടും വന്ന് നമ്മൾ വിധിച്ച് നമ്മൾ നിത്യരാജ്യത്തിലായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് യേശുവയുടെ രൂപത്തിൽ കാണും. ഇത്ര ചെറിയൊരു കാര്യമാണ്. പക്ഷേ ഇത് പറഞ്ഞിട്ടും എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാക്കാത്ത എന്താ മറ്റുള്ളവരെന്ന് എനിക്ക് അറിയുന്നില്ല.
മനസ്സിലാക്കുന്നവരെ ഓർത്ത് നന്ദി പറയുകയാണ്. അവരെയാണ് ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ളൂ. മനസ്സിലാക്കുന്നില്ലെങ്കിൽ എല്ലാവരും വിട്ടുപോക്കോ. കാരണം ദയവ് ചെയ്ത് നിങ്ങൾക്കുള്ള പേജല്ല ഇത്. പ്രത്യേകിച്ച് കുറേ സത്യക്രിസ്ത്യാനികളുണ്ട്, എപ്പോഴും കുറ്റം പറഞ്ഞ് നടക്കുന്ന സത്യക്രിസ്ത്യാനികൾ, അഭിനയിച്ച് തകർക്കുന്ന സത്യക്രിസ്ത്യാനികൾ, വാദിക്കാൻ വരുന്ന ക്രിസ്ത്യാനികൾ. അങ്ങനെയുള്ളവർ, നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾ സ്റ്റാൻഡ് വിട്ടോ. മനസ്സിലാകുന്നവർക്ക് വേണ്ടിയിട്ട്, അതായത് കുറേ നല്ലവർ ഈ ക്രിസ്ത്യാനികളിലായാലും ഹിന്ദുക്കളിലായാലും മുസ്ലിമുകളായാലും പല ജാതിയിൽപ്പെട്ടവരായാലും ദൈവത്തെ അന്വേഷിക്കുന്ന, നീതി പ്രവർത്തിക്കുന്ന കുറേ മക്കളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ അവർക്ക് അത് കൊളുത്തി വലിക്കും, അവരുടെ ഹൃദയങ്ങളെ. അങ്ങനെയുള്ളവർ ദൈവത്തെ അന്വേഷിക്കും. ഈ പറയുന്നതിൽ സത്യമുണ്ടോ എന്ന് ബൈബിൾ തുറന്ന് വായിക്കും. അല്ലാത്തവർ കേട്ട് അടുത്ത ചെവിയിലൂടെ ഇത് വിട്ടുപോകും. അങ്ങനെയുള്ളവർ വിട്ടോ. ഞങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്തണം, ജീവനാണ് ഞങ്ങളുടെ അപ്പൻ എന്ന് പറഞ്ഞ് നടക്കണ കുറേ ക്രിസ്ത്യാനികളില്ലേ. അപ്പോൾ അവർക്ക് ജീവനാണ് എങ്കിൽ, യഥാർത്ഥ അപ്പനെ തിരിച്ചറിയണമെങ്കിൽ അവർക്ക് ഒരു സഹായമായിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇപ്പോഴെങ്കിലും ക്രിസ്ത്യാനിയെ നിനക്ക് മനസ്സിലായോ? നീ ചെയ്യുന്ന തെറ്റ്, നീ വിളിക്കുന്ന യേശു എന്ന പേരിൽ വന്നിരിക്കുന്നത് സാത്താനാണ്. അപ്പം അത് നീ തിരുത്തണം. യേശുവാ യഹോശുവ മശിഹാഹ് എന്ന് ആ പ്രാധാന്യം നിനക്കിപ്പോൾ മനസ്സിലായോ? ഈ നാമം വൃദ്ധ പ്രയോഗിക്കാനുള്ളതല്ല. ആ നാമം വെച്ച് പ്രാർത്ഥിച്ചാൽ പല അത്ഭുതങ്ങളും നടക്കും. എൻ്റെ അനുഭവമാണ്. ഞാൻ പല രോഗങ്ങളും സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ നാമം ഉപയോഗിച്ചിട്ട്. എൻ്റെ ജീവിതത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ട്. സാത്താനെ ഞാൻ കണ്ടം വഴി ഓടിച്ചിട്ടുണ്ട്. മനസ്സിലായി? ഈ നാമം വെച്ചിട്ട്. അത് നമുക്ക് ഒരു പ്രാവശ്യം അത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ശങ്ക പാടില്ല. വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ദൈവത്തിന് സ്തുതി കൊടുക്കും. അല്ലാണ്ട് വെറുതെ കണ്ടിടത്തൊക്കെ ഓടിപ്പോയിട്ട് പറയാനുള്ളതല്ല പേര്. പക്ഷെ വിശ്വാസത്തോടു കൂടി നമ്മളത് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രാവശ്യം നമുക്കത് സാധിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര വിശ്വാസമായിരിക്കും. പിന്നെ നമ്മൾക്ക് ഈ ചീപ്പ് ആയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഒരിക്കലും രക്ഷ കിട്ടില്ല എന്ന് എന്നുള്ള ആ സാഹചര്യങ്ങളിൽ നാം ഈ നാമം ഉപയോഗിച്ചാൽ നമുക്കവിടെ അത്ഭുതം കാണാൻ സാധിക്കും. അപ്പോൾ ഈ നാമം നമ്മൾ അറിഞ്ഞിരിക്കണം. യേശു എന്ന് പറയണോടത്ത് യേശുവാ, അത് കേൾക്കുമ്പോൾ ഇത് ഏത് പേരാണ് നീ പറയുന്നത്, എന്താണ് എന്ന് ചിന്തിക്കണ്ടല്ലേ? അതാണ് യഥാർത്ഥ നാമം എന്ന് വിശ്വസിക്കുക. അവനെന്നും നീ എന്നൊക്കെ ദൈവത്തെ കയറി വിളിക്കാതെ യേശുവാ എന്ന് യേശുവിനെ തിരുത്തി പറയേ. നമ്മളെല്ലാ ക്രിസ്ത്യാനികളും സ്വന്തം അപ്പൻ്റെ പേര് തിരിച്ചറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് അഡ്രസ്സുള്ളൂ. നമുക്ക് അഡ്രസ്സ് വേണ്ടേ? നമ്മുടെ അപ്പൻ്റെ പേരില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് അഡ്രസ്സുള്ള യഥാർത്ഥ പേരല്ല എങ്കിൽ? പല പല പേരിട്ട് വിളിക്കുന്ന തന്തയാണ് നമ്മുടെ എന്ന് പറയാൻ നമുക്ക് ഇഷ്ടപ്പെടുമോ? നമുക്ക് അഡ്രസ്സ് ഉണ്ടോ? ഇല്ലല്ലോ. തന്തയില്ലാത്തവരാവാൻ നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം നമുക്ക് യഥാർത്ഥമായ അപ്പനുണ്ട്. ഇസ്രായേലിൻ്റെ ദൈവമാണ് നമ്മുടെ അപ്പൻ. അതുപോലെ യഹൂദന്മാർ നമ്മുടെ സഹോദരങ്ങളാണെന്ന തിരിച്ചറിവ്, അതൊക്കെയാണ് ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടത്. എന്നാലേ നിന്നെ യഥാർത്ഥമായിട്ടുള്ള നാട്ടൊലിവിൽ കൊണ്ട് ദൈവം ഒട്ടിച്ച് ചേർക്കുള്ളൂ. എന്നാൽ നിത്യരാജ്യത്തിലേക്ക് പോകാൻ നിനക്ക് പറ്റുള്ളൂ. അല്ലാതെ നിനക്ക് അവിടെ ചെല്ലാനായിട്ടൊരു വാതിലേ ഇല്ലെന്നേ. 12 ഗോത്രങ്ങൾക്കുള്ള വാതിലേ ഉള്ളൂ അവിടെ. നീ ഏത് ഗോത്രത്തിൽ കൂടെ കയറും? ഇതൊക്കെ വെളിപ്പാടിലുള്ളതാണ്, ഞാൻ ഉണ്ടാക്കി പറയണതല്ല. നിങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കുക. ഓരോ കൊട്ടേഷൻ ഞാൻ പറയുമ്പോഴും നിങ്ങളത് ബൈബിളിലുള്ളതാണോ സത്യമാണോ എന്നൊന്ന് വായിച്ച് നോക്ക്. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഇനി മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വിട്ടോ. നിങ്ങൾ ഇത് കേൾക്കൊന്നും വേണ്ട. ഞാൻ ഫോളോവേഴ്സിന് വേണ്ടി വ്യൂവേഴ്സിന് വേണ്ടിയിട്ടൊന്നും വീഡിയോ ഇടുന്നില്ല. എനിക്ക് എൻ്റെ കർത്താവിനുള്ള കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ വിടുന്നതാണ്. അപ്പോൾ ഞാൻ നിർത്താണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ആ ഹീബ്രു പ്രാർത്ഥനേനെ എന്താ പറയാന്ന്? ഫില്ലാഹ് എന്നാണ് പറയുക. ഞാൻ സ്പെല്ലിങ് പറയാം. അതിൽ TE എന്നുള്ള സ്പെല്ലിങ് നമ്മൾ ഉച്ചരിക്കില്ല. TEFILLAH ഫില്ലാഹ് എന്ന് പറയും. അതിന് പ്രയറിനെയാണ്, പ്രാർത്ഥന എന്നാണ് നമ്മൾ ഹീബ്രു ഭാഷയിൽ കേട്ടോ. അപ്പോൾ ഞാൻ നിർത്താണ്. എന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും തോദ റബ്ബ തോദ അബിച്ചി. അപ്പോൾ എല്ലാവർക്കും ശബാത് ശലോം.